ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിന്റെ സത്യം അറിയുന്നത് വരെ കൃത്യമായിട്ട് ഇതിന്റെ പിറകെ തന്നെ ഞാനുണ്ടാവും. ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട. ഇന്ന് യൂത്ത് കോൺഗ്രസിനെ ഓർക്കും വലിയ അഭിമാനം തോന്നുക. നല്ല നട്ടല് നിവർത്തിയിട്ട് ഇന്ന് ഒരു പ്രകടനം ഞാൻ കണ്ടു. വളരെ വളരെ സന്തോഷമുണ്ട്, അഭിമാനം തോന്നുന്നു. എന്താ പറയുക, ആ പോരാളികളെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് അഭിനന്ദിക്കുകയും ചെയ്യുന്നു. കാരണം ഇന്നലെ അകാരണമായി ഞങ്ങളെ ഷാഫി പറമ്പിൽ MP തടഞ്ഞ അല്ലെങ്കിൽ തെറി വിളിച്ച അൺപാർലമെന്റ് വാക്ക് ഉപയോഗിച്ച ആ പ്രവർത്തകന്റെ വീട്ടിനടുത്ത് പോയിട്ട് മുദ്രാവാക്യം വിളിച്ച ആ പ്രതിഷേധം അറിയിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഇനി ഒപ്പം തന്നെ എന്റെ പ്രിയപ്പെട്ട കോൺഗ്രസിന്റെ പ്രവർത്തകർ, യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരോട് ഒരു സജഷൻ എന്റെ വ്യക്തിപരമായിട്ട് എനിക്കൊന്ന് മുന്നോട്ട് വെക്കാറുണ്ട്. ഈ കോൺഗ്രസിന്റെ 3 വനിതാ നേതാക്കളുണ്ട്. വനിതാ നേതാക്കൾ സ്വയം പ്രഖ്യാപിച്ച് നടക്കുന്നത്. എന്നെ സംബന്ധിച്ചുള്ള അവര് നേതാക്കന്മാരൊന്നുമല്ല, പാർട്ടിക്ക് ഒരു ഗുണവും ഇല്ലാത്ത 2 എണ്ണം. അതാണ് വെക്കട്ടെ. അവരുടെ വീട്ടിലേക്ക് നിങ്ങൾ കൃത്യമായിട്ടൊരു ഒരു പ്രതിഷേധം നടത്തി അതിലെ 3 എണ്ണത്തിന് വെളിച്ച് പുറത്തിട്ടിട്ട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. എന്താ എന്ന് പറഞ്ഞാൽ, രാഹുൽ മാക്കൂട്ടത്തിനെതിരെ വായുവിൽ നിന്നുണ്ടാക്കിയ ഒരു അലിഗേഷൻ എതിരാളികൾ കൊണ്ടുവന്നപ്പോ അതിനെ ശരിവെക്കുന്ന തരത്തിൽ ഒരു തെളിവിന്റെ അടിസ്ഥാനമില്ലാതെ അവർക്ക് തോന്നിയ കാര്യങ്ങൾ ഈ മാലോകരോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആവർത്തിച്ച് പറയുന്നത്, ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് CPM-ന്റെ സകലമാന നേതാക്കന്മാരും മാധ്യമങ്ങളിൽ വന്ന് ചർച്ചയ്ക്ക് പങ്കെടുക്കുമ്പോൾ ഈ ഒമാ തോമസ് പറഞ്ഞ കാര്യങ്ങൾ കോട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് അവര് കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നത്. കാരണം എന്താ, ഞങ്ങളല്ല ഇത്ര വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചത്. ആ സ്വന്തം പാർട്ടിക്കകത്തുള്ള കോൺഗ്രസിനകത്തുള്ള വനിതാ നേതാക്കന്മാരുടെ സ്റ്റേറ്റ്മെന്റ് നോക്കൂ. ഞങ്ങളെല്ലാം പറഞ്ഞത് അവർക്ക് എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് പോലും അവർ ചോദിക്കുന്ന ഒരു നിലയിലേക്ക് എത്തിച്ച ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഈ 3 എണ്ണം നടത്തിയത്. ആദ്യം ഷാനി തള്ള എന്ന് പറയുന്ന ഒരു കോൺഗ്രസിന്റെ ദേശീയ തലത്തിലെ നേതാവാ പോലും ആ തള്ള പറഞ്ഞത് എന്താ, ഒരു പൊതുപ്രവർത്തനം രാഹുല് നിർത്തണമെന്ന ഏത് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്? ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും പെൺകുട്ടികൾ രേഖാമൂലം പരാതി കൊടുത്തിട്ടുണ്ടോ? ഇല്ല എന്നതല്ലേ നമുക്ക് ഉത്തരം കിട്ടുക. ഇനി ആദ്യം തന്നെ ഇത്തരം കമന്റുകൾ പറഞ്ഞ ആ 3 സ്ത്രീകളും അതിനകത്തൊക്കെ പുറകോട്ട് പോയല്ലോ. ഒന്ന് പറയുന്നത്, എനിക്ക് ഈ പറഞ്ഞ പരാതി ആദ്യ പരാതിയല്ല, ആരോപണം ഉന്നയിച്ച ആദ്യത്തെ ട്രാൻസ്ജെൻഡേഴ്സിനെ പറഞ്ഞ് എനിക്ക് മോശമായിട്ടുള്ള ഒരു പെരുമാറ്റവും ഈ രാഹുൽ മാക്കൂട്ടത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. പിന്നെ ഇങ്ങനെ ഒരു മെസ്സേജ് അയച്ചതാണ്. അതിനെ സംബന്ധിച്ചിടത്തോളം അതിലൊരു വിഷയവുമില്ല. ഇപ്പോഴും നല്ല സുഹൃത്തായിട്ട് തന്നെയാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത് എന്നാണ് പറഞ്ഞത്. രണ്ടാമത്തെ പെണ്ണ് പറഞ്ഞത് ഒരു നടി എന്ന് പറയുന്ന പെണ്ണാണല്ലോ. ആ പെണ്ണും പറഞ്ഞു, വ്യക്തിപരമായിട്ട് എനിക്ക് പരാതിയോ പരിഭവങ്ങളോ ഇല്ല, പക്ഷെ ഇങ്ങനെ ഒരു ചാറ്റ് ചെയ്തിട്ടുണ്ട്, അതിനൊരു മാറ്റം വരുത്താൻ വേണ്ടി മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ തന്നെ ഈ രാഹുൽ മാക്കൂട്ടത്തിന്റെ പേരും എവിടെയും പറഞ്ഞിട്ടില്ല. പിന്നെ മൂന്നാമത് വന്ന ആരോപണം എന്ന് പറയുന്നത് ശൂന്യത്തിൽ നിന്നുണ്ടാക്കിയ ഒരു ഗർഭാണ്. ആ ഗർഭമുണ്ടായ സ്ത്രീയോ അങ്ങനെ ഒരു ഗർഭമുണ്ടോ എന്ന് ഇവിടെ തെളിഞ്ഞിട്ടുമില്ല. അപ്പൊ അത്തരം സാഹചര്യത്തിൽ പൊതുപ്രവർത്തനം നിർത്തണം എന്ന് ഷാനിമോൾ ഉസ്മാൻ പറയാനുണ്ടായ സാഹചര്യം എന്ത്? സ്വന്തം അനുഭവം എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് മാലോകരോട് പറയണം. ഒന്ന്. രണ്ടാമത്തത്, ബിന്ദു കൃഷ്ണ പറഞ്ഞു വെച്ചത് എന്താ, ഇവിടേക്ക് രാജിവെക്കണം. ഏതടിസ്ഥാനത്തിലാണ് രാജിവെക്കേണ്ടത്? രാജിവെക്കണം എന്ന് പറയുമ്പോൾ അതിന് കൃത്യമായിട്ട് വിത്ത് എവിഡൻസും വേണമല്ലോ. ഈ സ്ത്രീയുടെ മക്കളൊക്കെ എല്ലില്ലാത്ത നാവ് കൊണ്ട് എന്തും വിളിച്ചു പറയാ എന്നുള്ള ആ സാഹചര്യം ഇനി യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർ അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. അങ്ങനെ ബിന്ദു കൃഷ്ണനോടും ചോദിക്കണം, എന്തിന്റെ പേരിലാണ് രാഹുൽ രാജിവെക്കേണ്ടത്? എന്തെങ്കിലും വിത്ത് എവിഡൻസോ അല്ലെങ്കിൽ സ്വന്തം ജീവിതത്തിൽ രാഹുൽ മാക്കൂട്ടത്തിനെ കൊണ്ട് എന്തെങ്കിലും പ്രയാസങ്ങളോ ബുദ്ധിമുട്ടോ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതും ഇവിടുത്തെ മാലോകരോട് പറഞ്ഞ് ആ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണം. ഇനി മൂന്നാമത്, ഉമാ തോമസ് പറഞ്ഞു വെച്ച കാര്യങ്ങൾ, എന്റെ വീട്ടിലുണ്ട് 2 കുഞ്ഞുങ്ങൾ, ആ കുഞ്ഞുങ്ങൾ എനിക്ക് KSUവിലേക്ക് കൂടി പ്രവർത്തന രംഗത്തേക്ക് ഇറക്കാൻ എനിക്ക് ഭയപ്പാടാ എന്ന് പറഞ്ഞ് എത്രയും വലിയ അലിഗേഷൻ ഉണ്ടാക്കിയത് ഏത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ? അതും ഞാൻ ചോദിക്കുന്നു. ഈ രാഹുൽ മാക്കൂട്ടത്തിനെ കൊണ്ട് ഈ പറയുന്ന ഉമാ തോമസിനോ വല്ല പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കണം. ഇനി അതിനൊന്നും ഉത്തരം കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇത് പറയാനുണ്ടായ ചേതോവികാരം അത് ഇവിടുത്തെ മാലോകർക്ക് അറിയണ്ടേ? ഒരു യുവാവിനെ ഇങ്ങനെ വേട്ടയാടാൻ വേണ്ടി നമുക്ക് വിട്ടുകൊടുക്കാൻ കഴിയോ? ശരി തന്നെ, എല്ലാവരും നിങ്ങളൊക്കെ പറയും നേതാക്കന്മാർ എന്തോ ആവട്ടെ, പക്ഷെ ഇവരൊക്കെ ഉന്നയിക്കുന്ന വിഷയത്തിനകത്ത് വല്ല വസ്തുതയും കടമുണ്ടോന്ന് ഞങ്ങൾക്കറിയണം. കാരണം ഞങ്ങളും ഈ പ്രസ്ഥാനത്തിലൊക്കെ പ്രവർത്തിക്കുന്നവരാ.
അങ്ങനെ വലിയ അനുഭവം ഉണ്ടായിട്ട് ഞങ്ങൾക്ക് ബോധ്യപ്പെടും. കാരണം ഞങ്ങളെ സ്ത്രീകളും ഞങ്ങളെ കുഞ്ഞുങ്ങളും ഞങ്ങളെ വളർന്നു വരുന്ന മക്കളൊക്കെ ഈ KSUവിനെ കൂടെയൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ പ്രവർത്തിക്കാൻ ഞങ്ങൾ പ്രോത്സാഹനം കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത്തരം അനുഭവം ഇവർക്കുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളെ മക്കളെ വിടാൻ പറ്റത്തില്ലല്ലോ. അല്ലെങ്കിൽ ശൂന്യത്തിൽ ഉണ്ടാക്കിയ കഥ കേട്ടിട്ടാണ് ഇതൊക്കെ ഇങ്ങനെ പ്രവചിക്കുന്നുണ്ടെങ്കിൽ ഒരു ദിവസം പോലും ഈ പ്രസ്ഥാനത്തിൽ വെച്ചിരിക്കാൻ അവരെ പാടില്ല. ഇത്തിരി ധാർമ്മികതയും ഉത്തരവാദിത്ത ബോധ്യമുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഈ 3 എണ്ണം ഈ പാർട്ടിക്കകത്തുനിന്ന് രാജിവെച്ച് പുറത്തോട്ട് പോകണം. അല്ലാതെ ഒരു എവിഡൻസും ഇല്ലാതെ മറ്റ് എതിരാളികൾ കൊണ്ടുവരുന്നതും കേട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ നീചസ്ഥിതിയോ സത്യങ്ങളോ അറിയുന്നതിന് മുമ്പ് തന്നെ നീയൊക്കെ വന്ന് ഒരു വളർന്നു വരുന്ന ഒരു യുവാവിനെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ എതിരാളികൾക്ക് കൊത്തിവലിക്കാൻ ഉണ്ടാക്കി കൊടുക്കുന്ന ഈ സ്റ്റേറ്റ്മെന്റ് അത് ഏത് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലായെന്ന് ഇവിടുത്തെ കോൺഗ്രസിന്റെ പ്രവർത്തകരോട് നിങ്ങൾ പറയണം. അത് ഉറപ്പാണ്. അതല്ലെങ്കിൽ അതറിയുന്ന കാലത്തോളം, ഇതിന്റെ സത്യങ്ങൾ അറിയുന്ന കാലത്തോളം നിങ്ങളെ പുറകെ തന്നെ എന്നെപ്പോലുള്ള വികാരമുള്ള കോൺഗ്രസിന്റെ പ്രവർത്തകരുണ്ടാകും. ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട കേട്ടാ. എന്തും പറയാ എന്നുള്ള ഒരു ഇതുണ്ടല്ലോ, അതങ്ങോട്ട് മാറ്റിവെക്ക്. പിന്നെ നീയൊക്കെ അത് കേസരിയത്തിന്റെ ദേശീയ രാഷ്ട്രീയത്തിലൊക്കെ ഉണ്ട് എന്ന് അറിയുന്നതിൽ എനിക്കിപ്പോ എന്താ പറയേണ്ടത്, അപമാനം തോന്നുന്നത്. എന്തിനാണ് ഇവരെയൊക്കെ അങ്ങ് ദേശീയ തലത്തിലും അവിടെ ഇവിടെയൊക്കെ കമ്മിറ്റിയിലൊക്കെ ഉൾപ്പെടുത്തിയത്? എന്ത് പാർട്ടിക്ക് നേട്ടാ ഉണ്ടാക്കിയത്? ഞാൻ ചോദിക്കട്ടെ, ഈ പറയുന്ന തള്ളമാർക്കൊക്കെ മത്സരിക്കാൻ എത്ര പ്രാവശ്യം ഈ പാർട്ടി സീറ്റ് കൊടുത്തിട്ടുണ്ട്? കോൺഗ്രസിന് വിജയിച്ച് കയറാൻ പറ്റുന്ന അനുകൂലമായ സാഹചര്യം ഉണ്ടായിട്ട് പോലും, അതായത് കൊല്ലം സീറ്റ് സ്ത്രീക്ക് കൊടുത്തു, അത് കരഞ്ഞ് പാർട്ടിയെ പ്രതിരോധത്തിലാക്കി വാങ്ങിച്ചതാ. എന്നിട്ടും അവിടെ പരാജയപ്പെട്ടു. അവിടെ എല്ലാ അനുകൂല സാഹചര്യവും കോൺഗ്രസിന് ജയിച്ച് കയറാൻ ഉണ്ടായ സാഹചര്യം ഉണ്ടായിട്ട് പോലും വിജയിച്ച് കയറാൻ പറ്റാതെ നീയൊക്കെ CPMന്റെ കൊട്ടക്കൊത്തളത്തിലൊക്കെ പോയി ലക്ഷക്കണക്കിന് വോട്ടിന് ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന സീറ്റൊക്കെ പിടിച്ച് എടുത്തിട്ട് കോൺഗ്രസിന് സമ്മാനിച്ച ശ്രീകണ്ഠനെ പോലുള്ള പാലക്കാട് MP ഒക്കെ എന്തോ പരാമർശം നടത്തിയത് പിൻവലിക്കണം എന്നൊക്കെ പറയാൻ വേണ്ടി നിനക്കൊക്കെ നാണമുണ്ടോ ഉളുപ്പുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. അത് കേൾക്കുന്ന പ്രേക്ഷകർ വിലയിരുത്തട്ടെ, അവര് കാര്യങ്ങൾ മനസ്സിലാക്കട്ടെ കേട്ടാ. ഓക്കെ, അതുകൊണ്ട് സ്വന്തം പ്രസ്ഥാനത്തിലേക്കുന്ന ആ ഒരു നേതാവിനെതിരെ അല്ലെങ്കിൽ വളർന്നു വരുന്ന യുവ നേതാവിനെതിരെ എതിരാളികൾ തകർക്കാൻ വേണ്ടി അവരെ കഴിയില്ല. ഇത്തരം പെൺവിഷയങ്ങളോ മറ്റില്ലാതെ ആരോപണങ്ങളോ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവരെ തകർക്കാൻ പറ്റുമെന്നുള്ള ബോധ്യത്തിൽ അവർ കടങ്കഥ പടച്ചങ്ങ് വിടുമ്പോ അതിന്റെ പിറകെ പോയി ആളാവാൻ ശ്രമിക്കുക. നിങ്ങൾ എന്താ വിചാരിച്ചത്? ഇത് 6ാം നൂറ്റാണ്ടിലാണെന്നാ? ജനങ്ങളൊക്കെ വിഡ്ഢികളാണെന്നാ വിചാരിച്ചത്? അതെയോ? അങ്ങനെയാ വിചാരിച്ചത്? നിങ്ങൾ മാത്രം ബുദ്ധിയും വലിയ ഇത് കഴിവുള്ളവരാണ് നിങ്ങളുടെ ധാരണ. അങ്ങനെയൊന്നും ധരിക്കുകയേ വേണ്ട. സത്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോ. ഇനി ആ സത്യം ഉണ്ടായി ഇവന് കുറ്റക്കാരനാണെന്നുണ്ടെങ്കിൽ അവനെ എതിർക്കാനും പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനും ഞങ്ങളും ഉണ്ടാവും നിങ്ങളെ കൂടെ. അല്ലാതെ എതിരാളികൾ പ്രചരിപ്പിക്കുന്ന ആ കാര്യങ്ങളും കേട്ടുകൊണ്ട് അങ്ങ് ഉണ്ടാക്കി ഞങ്ങൾക്ക് അങ്ങ് വലിയ സംഭവമായി കളയാ എന്നൊരു ധാരണ ഉണ്ടെങ്കിൽ ഞാൻ ആവർത്തിച്ച് പറയുന്നു, പ്രാകൃത സമൂഹത്തിൽ നിന്ന് പരിഷ്കൃത സമൂഹത്തിലേക്ക് ലോകം മാറി സഞ്ചരിച്ച് എന്നിട്ടും നിങ്ങൾക്ക് ഈ കമ്പ്യൂട്ടർ യുഗത്തെപ്പറ്റി മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ പ്രസ്ഥാനത്തിന്റെ ഒരു സ്ഥലത്തും ഇരിക്കാൻ യോഗ്യതയല്ല. എന്തിനേറെ ഒരു ബൂത്ത് തലത്തിൽ ഒരു ബൂത്ത് പ്രസിഡന്റ് ആയിരിക്കാൻ പോലും യോഗ്യത ഇല്ല എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഞാൻ അവസാനമായിട്ട് നിർത്താൻ പോകും. വീണ്ടും പറഞ്ഞു വെക്കുന്നു, ഇതിനകത്ത് ആത്മാർത്ഥമുള്ള കോൺഗ്രസുകാരുണ്ടെങ്കിൽ ഈ പറയുന്ന 3 എണ്ണത്തിനെയും പൊതുസമൂഹത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഇവരേത് വിഷയത്തിന്റെ മുകളിലാണ് ഈ അലിഗേഷൻ രാഹുൽ മാക്കൂട്ടത്തിന് നേരെ ഏത് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്, ഏത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചത് എന്ന് പറയിപ്പിക്കേണ്ട ബാധ്യത ഓരോരു കോൺഗ്രസ് പ്രവർത്തനയ്ക്കും ഉണ്ട് എന്ന് മാത്രം പറഞ്ഞു വെച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് നാഷണൽ കോൺഗ്രസ്.